ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ 80-ലധികം ക്രിസ്ത്യാനികൾക്ക് ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഐസിസ് തീവ്രവാദികൾ. കിഴക്കൻ കോങ്കോയിൽ നടത്തിയ ആക്രമണത്തിൽ കോങ്കോ സൈനിക ഉദ്യോഗസ്ഥനുൾപ്പെടെ 60-ലധികം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടതായി ഇസ്ലാമിക് തീവ്രവാദി സംഘം ടെലിഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ജൂൺ ആദ്യവാരം മുതൽ ഏകദേശം 150 പേരെ സംഘം കൊലപ്പെടുത്തിയിട്ടുണ്ട്. ജൂൺ 7-ന് മാത്രം 41 പേർ കൊല്ലപ്പെട്ടു. സംഭവങ്ങളെ തുടർന്ന് രാജ്യത്തെ നിരവധി ദേവാലയങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. സമാനതകളില്ലാത്ത ക്രൂരതകളാണ് ഐസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും DRCയിൽ 120-ലധികം തീവ്രവാദ ഗ്രൂപ്പുകൾ അധികാരത്തിനും ഭൂമിക്കും വിലയേറിയ ധാതുവിഭവങ്ങൾക്കും വേണ്ടി പോരാടുന്നതായും ആഫ്രിക്കൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. സമീപകാല ആക്രമണങ്ങളെക്കുറിച്ച് സർക്കാർ ഒരു പ്രസ്താവനയും ഇതുവരെയും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ജനസംഖ്യയുടെ 95% ക്രിസ്ത്യാനികളാണെങ്കിലും കോങ്കോയുടെ കിഴക്കൻ ഭാഗത്ത് ക്രിസ്ത്യാനികളെ മാത്രം ലക്ഷ്യമാക്കി തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്നത് പതിവാണ്. ഇപ്പോഴത്തെ ആക്രമണ പ്രവർത്തനങ്ങൾ മുമ്പെന്നതിനേക്കാൾ മാരകമാണെന്നും ക്രിസ്ത്യാനികൾ പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ക്രിസ്ത്യൻ കർഷകർ വിളവെടുപ്പിന് തയ്യാറെടുക്കുന്ന സമയത്താണ് ആക്രമണങ്ങൾ നടക്കുന്നത്. 2023-ൽ 1000-ലധികം ക്രൈസ്തവരെ തീവ്രവാദികൾ വധിച്ചിരുന്നു. കോങ്കോയിലെ രക്തച്ചൊരിച്ചിൽ തടയുന്നതിന് ദേശീയ അന്തർദേശീയ ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് ഫ്രാൻസിസ് പാപ്പ ഇക്കഴിഞ്ഞ ഞായറാഴ്ച ആഞ്ചലൂസ് പ്രാർത്ഥനാമധ്യേ അഭ്യർത്ഥിച്ചിരുന്നു. ഓപ്പൺ ഡോഴ്സിൻ്റെ വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരം ക്രിസ്ത്യാനികൾ ഏറ്റവും കടുത്ത പീഡനം നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 41-ാം സ്ഥാനമാണ് കോങ്കോയ്ക്കുള്ളത്.